ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുഭാഷ് നെടുമങ്ങാട്. അപ്പോൾ കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ ഖാദി ബോർഡ് JCE പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ അതിപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സിലബസ് കേരള ബാങ്കിൻ്റെ സിലബസ് തന്നെയായിരിക്കും. അപ്പോൾ അതിനകത്ത് IT 10 മാർക്കിന് നമ്മൾ പഠിക്കാനായിട്ടുണ്ട്. 10 മാർക്ക് നിർണായകമാണ്. അപ്പോൾ ആ 10 മാർക്കിനുള്ള കാര്യങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് ഉറപ്പിക്കുന്നതും നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കുന്നതും ആ 10 മാർക്കായിരിക്കും. അപ്പോൾ നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ സൈബർ ലോസിനെ കുറിച്ച് നമുക്ക് കുറേ പഠിക്കാനുണ്ട്. സൈബർ ലോസ്, സൈബർ ക്രൈംസ് കുറേ അല്ല, ഒരു ചെറുതായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പഠിക്കാനായിട്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ടായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. കൂടുതലൊന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ സൈബർ ക്രൈംസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ് ഈ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ PSCക്ക് ചോദിക്കാനുണ്ട്. ചോദ്യകർത്താക്കൾ അത് അടുത്തിടെയായിട്ട് കുറച്ച് കൂടുതൽ ചോദിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. സോ ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചു പോകാം. ഹാക്കിംഗ് എന്താണ്? ഹാക്കിംഗ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടേമാണ് ഹാക്കിംഗ് എന്താണ് എന്നുള്ളത്. ഹാക്കിംഗ്, ഹാക്കർ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒട്ടനേകം വാർത്തകൾ നമ്മൾ ഡെയിലി കാണുന്നുണ്ട് അല്ലേ. എന്താണ് ഹാക്കിംഗ്? ഹാക്കിംഗ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ 66 ഓഫ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ഓഫ് 2000 ആസ് wrongful loss or harm to the public or an individual destroys or deletes or modifies any information contained in a computer resource or lowers its value or utility or affects it injuriously by any means. ഹാക്കിംഗ് എന്ന് പറയുന്നത് IT ആക്ട് 2000 സെക്ഷൻ 66 എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. പഠിക്കുക, നല്ലൊരു ചോദ്യമാണ്. ഹാക്കിംഗ് IT ആക്ട് 2000 എവിടെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയുക, സെക്ഷൻ 66 ഹാക്കിംഗ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹാക്കിംഗ് ഒരു കമ്പ്യൂട്ടർ റിസോഴ്സിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് എന്തെങ്കിലും ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ മീഡിയത്തിനെയോ ഡിവൈസിനെയോ ഒക്കെ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വളരെ ഗുരുതരമായിട്ട് പൊതുജനങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യ സുരക്ഷയോ ഒക്കെ തന്നെ ബാധിച്ചേക്കാം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വളരെയധികം വലുതായിരിക്കും കേട്ടോ. ഇപ്പം നമ്മുടെ ആധാർ റെക്കോർഡ്സ് ഒക്കെ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യ സുരക്ഷയെ അല്ലെങ്കിൽ നമ്മുടെ പൊതുജനത്തിനെ തന്നെ ഭയങ്കരമായിട്ട് ഗുരുതരമായിട്ട് അത് എന്ത് ചെയ്തേക്കാം, ബാധിച്ചേക്കാം. ആക്ച്വലി ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺഓതറൈസ്ഡ് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോ ഒരു നെറ്റ്വർക്കിനകത്തോ ഒക്കെ കയറി ഡാറ്റകൾ അടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ കിടക്കുന്ന ഡാറ്റകളെ മാൽ ഫങ്ഷൻ ആക്കി ഇടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിനെ ഹാക്കിംഗ് എന്ന് പറയാം. ഒരു ഔദ്യോഗിക അനുമതിയില്ലാതെ ഒരു കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ റിസോഴ്സിനെയോ ഒക്കെ അടിച്ചു മാറ്റുകയോ അല്ലെങ്കിൽ അതിനെ മാൽ ഫങ്ഷനിങ്ങോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ ഹാക്കിംഗ് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ഹാക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി ചെയ്യുന്ന വ്യക്തിയെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ഹാക്കർ എന്ന് എന്ത് ചെയ്യാം, വിളിക്കാം കേട്ടോ. അത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നല്ലൊരു ഡെഫിനിഷനാണ് കേട്ടോ. Hacking is defined in section 66 of the Information Technology Act 2000 as wrongful loss or harm to the public or any individual destroys or deletes or modifies any information contained in a computer resource. അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് ഉള്ള ഡീറ്റെയിൽസിനെ അല്ലെങ്കിൽ ഡാറ്റാസിനെ ഒരു വ്യക്തി ആരെങ്കിലും ഒരാൾ നശിപ്പിക്കുകയോ ഡിലീറ്റ് ചെയ്യുകയോ മോഡിഫൈ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും കേട്ടോ. അപ്പോൾ അതിനെയാണ് ഹാക്കിംഗ് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഇൻ സിമ്പിൾ ടേംസ്, ഇറ്റ് ഈസ് ദ അൺഓതറൈസ്ഡ് ആക്സസ് ഓഫ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം. ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ അൺഓതറൈസ്ഡ് ആയിട്ട് ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഹാക്കിംഗ് എന്ന് പറയാം. ആൻഡ് ദ ഓൺ ഹൂ ഡസ് ഹാക്കിംഗ് ഈസ് കാൾഡ് ഹാക്കർ. ഹാക്കിംഗ് ചെയ്യുന്ന വ്യക്തി ആരാണോ അയാളെ പറയുന്ന പേരാണ് എന്ത്, ഹാക്കർ. ആൻഡ് ദ ഓൺ ഹൂ ഡസ് ഹാക്കിംഗ് വിത്ത് മാലിഷ്യസ് ഇൻറ്റൻറ്റ് ഈസ് കാൾഡ് എ ക്രാക്കർ. ഒരു മാലിഷ്യസ് ഇൻറ്റൻറ്റ് കടത്തിവിട്ട് അല്ലെങ്കിൽ ഒരു ദുരുദ്ദേശത്തോടു കൂടി ഒരു സിസ്റ്റം തകർക്കാൻ വേണ്ടിയിട്ട് അതിനെ മാൽ ഫങ്ഷനിങ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ മാൽ ഫങ്ഷനിങ് ചെയ്യിക്കുവാനായിട്ടുള്ള പ്രോഗ്രാംസ് ഇൻജക്റ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ നമുക്ക് എന്തെന്ന് പറയാം, ക്രാക്കർ എന്നെന്ത് ചെയ്യാം, പറയാം കേട്ടോ. വൺ ഹൂ ഡസ് ഹാക്കിംഗ് വിത്ത് മാലിഷ്യസ് ഇൻറ്റൻറ്റ് ഈസ് കാൾഡ് ക്രാക്കർ കേട്ടോ. ക്രാക്കർ നന്നായിട്ട് പഠിച്ചു വെക്കുക. ടൈപ്സ് ഓഫ് ഹാക്കർ. ഈ ഹാക്കിങ്ങും ടൈപ്സ് ഓഫ് ഹാക്കർമാരും പലതരത്തിലുണ്ട്. ടൈപ്സ് ഓഫ് ഹാക്കിങ്ങും ഉണ്ട്, ടൈപ്സ് ഓഫ് ഹാക്കർമാരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഹാക്കേഴ്സ് അല്ലെങ്കിൽ ഹാക്കിങ് പലതരത്തിലുണ്ട്, നമുക്ക് നോക്കാം.
ആദ്യം പഠിക്കുന്നത് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, അല്ലെങ്കിൽ നമുക്കിനി എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയാം. എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്താണ്, എത്തിക്കൽ ഹാക്കേഴ്സ് എന്താണ് നമുക്ക് നോക്കാം. They are often government-based security professionals, information security analysts, penetration testers, and cyber security researchers who utilize their expertise to safeguard others. അതായത് ചുരുക്കി പറഞ്ഞാൽ ഹാക്കിംഗ് തടയുവാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഒരു ആൻറ്റി ഹാക്കിംഗ് എന്ത് ചെയ്യുക. ഇതൊരു പക്ഷേ ഗവൺമെൻറ് പ്രൊഫഷണൽസ് ആയിരിക്കാം അല്ലേ, ഗവൺമെൻറ് ബേസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രൊഫഷണൽസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഫർമേഷൻ സെക്യൂരിറ്റി അനലിസ്റ്റുമാരായിരിക്കാം, അല്ലെങ്കിൽ പെനട്രേഷൻ ടെസ്റ്റേഴ്സ് ആയിരിക്കാം, അതുമല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി റിസർച്ചേഴ്സ് ആയിരിക്കാം. അവരെന്ത് ചെയ്യുന്നു, അവർക്ക് ഉള്ള പരിജ്ഞാനം ഉപയോഗിച്ച് ഹാക്കിംഗ് തടയുന്നു, അല്ലെങ്കിൽ ഹാക്കിംഗ് ചെയ്യപ്പെട്ട സിസ്റ്റത്തിനെ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കി മാറ്റുന്നു. അതായത് നല്ല ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹാക്കർമാരെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു എത്തിക്കൽ ഹാക്കറും ഒരു വൈറ്റ് ഹാറ്റ് ഹാക്കറിനും ഒരു ഹാക്കർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് പരിപാടികളെല്ലാം തന്നെ അറിയാമായിരിക്കും. ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, ഹാക്കിങ്ങിനെ പരമാവധി തടയുന്നു, അല്ലെങ്കിൽ ഹാക്ക് ചെയ്യപ്പെട്ട സിസ്റ്റത്തിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കി മാറ്റുന്നു. ഇതിനെയാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, നല്ല ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹാക്കർമാരെ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഖാദി ബോർഡ് JCI കേസ് കാർഡ് ബാങ്ക് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ. നവംബർ 19-ാം തീയതിയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന ആ ഒരു ധൃതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. PSCയുടെ സൈറ്റിൽ കയറി എല്ലാവരും തന്നെ അപ്ലൈ ചെയ്യുക. ഇതിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് BCom, കോർപ്പറേഷൻ, HDC, JDC ഇത്തരം ക്വാളിഫിക്കേഷൻസ് ആണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് PSC പറയുന്നത്. അപ്പോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മുടെ കോഴ്സിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും, സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ലൈവ് സെഷൻസ് ഉണ്ടാവും. ലൈവ് സെഷൻസിൽ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരോട് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിനെയും അടിസ്ഥാനപ്പെടുത്തിയുള്ള PDF നോട്ട്സ് നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ ലഭിക്കും. അതുപോലെ നിങ്ങൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എന്ത് സംശയം വേണമെന്നെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്ററിനോട് ചോദിക്കാം. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക, 8921440580. ഇതിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കോ ഒക്കെ നമ്മുടെ ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ CCയോടൊപ്പം നേരത്തെ പഠിച്ച് തുടങ്ങാം. അപ്പോൾ നേരത്തെ തന്നെ നമുക്ക് പഠിച്ച് തുടങ്ങി നമുക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് ജോലി വാങ്ങാം, ജോലി കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ദെൻ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. നമ്മൾ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്താണെന്ന് പഠിച്ചു. ഇനി ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹാക്കേഴ്സ് ഹു ബ്രേക്ക് ഇൻ ടു സിസ്റ്റംസ് സംടൈംസ് ഫോർ ഗുഡ് ഓർ സംടൈംസ് ഫോർ ഈവിൽ പർപ്പസസ്. നല്ല ഉദ്ദേശത്തോടു കൂടിയും ചീത്ത ഉദ്ദേശത്തോടു കൂടിയും ചെയ്യുന്ന ഹാക്കിങ്ങിനെയാണ്, അല്ലെങ്കിൽ അത്തരം ഹാക്കിംഗ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് എന്ത് ചെയ്യുന്നത് നമ്മൾ പറയുന്നത്. Their goals are often good, but they do not always use ethical hacking techniques. They are a category that lies between white hat hackers and black hat hackers. അതായത് നല്ല ഉദ്ദേശത്തോടു കൂടിയും അതുപോലെ തന്നെ ദുരുദ്ദേശത്തോടു കൂടിയും പ്രവർത്തിക്കുന്ന ഹാക്കർമാരെയാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഇവർ ശരിക്കും പറഞ്ഞാൽ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിനും ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിനും ഇടയ്ക്ക് വരുന്ന പ്രൊഫഷണൽസ് ആണ് കേട്ടോ. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ദുരുദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളാണ് കേട്ടോ, മനസ്സിലാക്കുക. അപ്പോൾ ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിനും ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിനും ഇടയിലായിട്ട് വരുന്ന ഒരു കാറ്റഗറിയാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, ഹാക്കേഴ്സ് ഹു ബ്രേക്ക് ഇൻ ടു സിസ്റ്റംസ് സംടൈംസ് ഫോർ ഗുഡ് ഓർ സംടൈംസ് ഫോർ ഈവിൽ പർപ്പസസ്. ഇവരെ പറയുന്ന പേരാണ് ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ഹാക്കിങ്ങിലേക്ക് പോവാം, അടുത്ത ടൈപ്പ് ഓഫ് ഹാക്കിങ്ങിലേക്ക് പോവാം. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. They use their knowledge and expertise to gain unauthorized access to computer networks, exploit security flaws and circumvent security protocols in order to swindle and extort others.
അതായത് പൂർണ്ണമായിട്ടും ദുരുദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നെറ്റ്വർക്ക് തകർക്കാനോ അല്ലെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഹാക്ക് ചെയ്തെടുക്കുവാനോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യ സുരക്ഷയെ തന്നെ ബാധിച്ചേക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനോ ഒക്കെ കഴിവുള്ള അറിവുള്ള ഹാക്കേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടും ദുരുദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹാക്കർമാരെ നമുക്ക് എന്തെന്ന് പറയാം, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് എന്ന് എന്ത് ചെയ്യാം നമുക്ക് പറയാം കേട്ടോ. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നല്ല ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആൻറ്റി ഹാക്കിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് ആയിട്ടൊരു സിസ്റ്റത്തിനകത്ത് കയറുക, അതിനകത്തുള്ള ഡാറ്റയെ ഡെസ്ട്രോയ് ചെയ്യുക, മാൽ ഫങ്ഷൻ ആക്കുക, അല്ലെങ്കിൽ നുഴഞ്ഞു കയറിയിട്ട് ഡാറ്റാസ് ഒക്കെ അടിച്ചു മാറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ പറയുക ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ഇവരെ തടയുവാനാണ് വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സും എത്തിക്കൽ ഹാക്കേഴ്സും ഒക്കെ എന്ത് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് റെഡ് ഹാറ്റ് ഹാക്കേഴ്സ്. They are known as the Robin Hood of cyber security. സൈബർ സെക്യൂരിറ്റിയിലെ റോബിൻ ഹുഡ് ആരാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ പറയുക റെഡ് ഹാറ്റ് ഹാക്കേഴ്സ് ആണ് സൈബർ സെക്യൂരിറ്റിയിലെ റോബിൻ ഹുഡ് എന്ന് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഹു ആർ ദ റോബിൻ ഹുഡ് ഓഫ് സൈബർ സെക്യൂരിറ്റി എന്നൊരു ചോദ്യം വന്നാൽ പറയുക ആരാണ്, റെഡ് ഹാറ്റ് ഹാക്കേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് സൈബർ സെക്യൂരിറ്റിയിലെ റോബിൻ ഹുഡ് എന്ന് പറയുന്നത്. They use extreme, sometimes illegal methods to go against black hats and destroy their servers. അപ്പോൾ ഈ ബ്ലാക്ക് ഹാറ്റ് ഹാക്കിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹാക്കേഴ്സിനെ നശിപ്പിക്കുവാനും അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് തടയുവാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ ഇലീഗൽ മെത്തേഡ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ റെഡ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഓതറൈസ്ഡ് ആയിട്ട് ഒരു സിസ്റ്റത്തിനകത്ത് നുഴഞ്ഞു കയറി ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ അതിനെ ഡെസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുന്ന ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിനെ തകർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ സെർവറുകൾ തകർക്കുവാൻ വേണ്ടിയിട്ട് ഇല്ലീഗൽ മെത്തേഡുകൾ ഉപയോഗിച്ച് ഹാക്കിംഗ് നടത്തുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്, റെഡ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം, എല്ലാവരും വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. റെഡ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോൺ ആസ് റോബിൻ ഹുഡ് ഓഫ് സൈബർ സെക്യൂരിറ്റി. പരീക്ഷയ്ക്ക് ചോദിക്കും, ദേ യൂസ് എക്സ്ട്രീം സംടൈംസ് ഇല്ലീഗൽ മെത്തേഡ്സ് ടു ഗോ അഗെയിൻസ്റ്റ് ബ്ലാക്ക് ഹാറ്റ്സ് ആൻഡ് ഡെസ്ട്രോയ് ദെയർ സെർവേഴ്സ്. നന്നായിട്ട് പഠിച്ചു വെക്കുക, യാതൊരു സംശയവും വരരുത് കേട്ടോ. ക്ലാരിറ്റിയോടുകൂടി പഠിച്ചു വെക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്ലൂ ഹാറ്റ് ഹാക്കേഴ്സ്. ബ്ലൂ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ amateur hackers who hack for personal vengeance or security experts who operate outside of the business. ഇത് വേറെ ഒന്നുമല്ല, ഈ ഹാക്കർമാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പേഴ്സണലായിട്ട് ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോടോ ഒരു വൈരാഗ്യമുണ്ടെങ്കിൽ അവരെക്കുറിച്ചുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ത് ചെയ്യുന്നു, ഇവർ പബ്ലിക് സൈറ്റുകളിൽ അവിടെയൊക്കെ എന്ത് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നു. ഈ ഡോക്സിങ് എന്നൊക്കെ പറയുമല്ലോ, ഡോക്സിങ് അതായത് ഒരു വ്യക്തിയെ സംബന്ധിക്കുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർ എന്ത് ചെയ്യും, പരസ്യപ്പെടുത്തും. അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ കുറിച്ചുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ എന്ത് ചെയ്യുന്നു, പരസ്യപ്പെടുത്തുന്നു. ഇത്തരത്തിലുള്ള ഹാക്കേഴ്സിനെ പറയുന്ന പേരാണ് ബ്ലൂ ഹാറ്റ് ഹാക്കേഴ്സ് കേട്ടോ. ബ്ലൂ ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പോൾ എന്തെങ്കിലും ഒരു വൈരാഗ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതികാരം ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരു വ്യക്തിയെക്കുറിച്ചോ ഒരു ഓർഗനൈസേഷനെ കുറിച്ചോ ഒക്കെയുള്ള വിവരങ്ങൾ അവർ എന്ത് ചെയ്യുന്നു, വെബ്സൈറ്റുകളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയാസിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, പരസ്യപ്പെടുത്തുന്നു. ഇതിനെ നമുക്ക് ബ്ലൂ ഹാറ്റ് ഹാക്കിംഗ് എന്ന് പറയാം കേട്ടോ. അത് ചെയ്യുന്ന വ്യക്തികളെ ബ്ലൂ ഹാറ്റ് ഹാക്കേഴ്സ് എന്നും പറയാം. ദെൻ നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഗ്രീൻ ഹാറ്റ് ഹാക്കേഴ്സ്. അപ്പോൾ കുറേ ഈ ഹാക്കർ ടൈപ്പ് ഓഫ് ഹാക്കിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നിറങ്ങളുടെ പേരിലാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത് കേട്ടോ. ഗ്രീൻ ഹാറ്റ് ഹാക്കേഴ്സ്, അമേച്വർ ഹാക്കേഴ്സ് ട്രൈങ് ടു മാസ്റ്റർ ഹാക്കിംഗ് ടെക്നിക്സ്. ഈ ഹാക്കിംഗ് ടെക്നിക്കുകൾ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിക്കുവാൻ ശ്രമിക്കുന്ന ഹാക്കർമാരെയാണ് ഗ്രീൻ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു തുടക്കക്കാർ ഈ ഹാക്കിങ്ങിനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളെ നമുക്ക് എന്തെന്ന് പറയാം, ഗ്രീൻ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയാം. അതിനകത്ത് വരുന്ന ഒരു സംഗതിയാണ് സ്ക്രിപ്റ്റ് കിഡ്ഡീസ്. ഇതൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ. ഒരു പോസിബിലിറ്റിയാണ്, ഒരു 50% നമുക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. ദേ ആർ എ സബ്സെറ്റ് ഓഫ് ഗ്രീൻ ഹാറ്റ്സ് who are less interested in studying hacking methods and more interested in obtaining scripts, malware and other similar tools.
അപ്പോൾ ഈ സ്ക്രിപ്റ്റ് കിഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ ഹാറ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അതിൻ്റെ ഒരു സബ്സെറ്റാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഹാക്കിംഗ് മെത്തേഡ് മുഴുവനായിട്ട് പഠിക്കുവാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ക്രിപ്റ്റുകൾ, അതുപോലെ തന്നെ ഒരു സിസ്റ്റത്തിനെ മാൽ ഫങ്ഷനിങ് ആക്കുവാൻ സഹായിക്കുന്ന മാൽവെയേഴ്സ്, മറ്റ് അനുബന്ധ ടൂൾസ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുവാനായിട്ടും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുവാനായിട്ടും അവർ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഇവരെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് കിഡീസ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് കിഡീസ് എന്ന് പറയുമ്പോൾ ഹാക്കിങ്ങിൻ്റെ മുഴുവൻ കാര്യങ്ങളും അവർ പഠിക്കുന്നില്ല, പക്ഷേ വളരെ എളുപ്പത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂളുകൾ ഉപയോഗിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹാക്കിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. അവരെ നമുക്ക് എന്തെന്ന് പറയാം, സ്ക്രിപ്റ്റ് കിഡീസ് എന്ന് പറയാം. അപ്പോൾ ഹാക്കിംഗ് എന്താണെന്നും ടൈപ്സ് ഓഫ് ഹാക്കിംഗ് എന്താണെന്നും ടൈപ്സ് ഓഫ് ഹാക്കർമാർ ആരൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. വൈറ്റ് ഹാക്കേഴ്സിനെ കുറിച്ച് പഠിച്ചു, വൈറ്റ് ഹാറ്റ് ഹാക്കർ പഠിച്ചു, ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ പഠിച്ചു, ഗ്രേ ഹാറ്റ് ഹാക്കർ പഠിച്ചു, അതുപോലെ തന്നെ ബ്ലൂ ഹാറ്റ് ഹാക്കർമാരെ കുറിച്ച് പഠിച്ചു, ഗ്രീൻ ഹാറ്റ് ഹാക്കർമാരെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ഹാക്കിംഗ് നന്നായിട്ട് പഠിച്ചു വെക്കുക. പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കൊന്നുമല്ല. ഈ സൈബർ ക്രൈം എന്ന് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മളെല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. എന്ന് വേണമെങ്കിലും ചോദ്യകർത്താവിന് ചോദിക്കാം. സൈബർ ക്രൈം എന്ന് പറഞ്ഞിട്ട് സിലബസിനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് നമ്മൾ പഠിക്കാൻ പറയുന്നത്. എളുപ്പത്തിൽ പഠിക്കാം. ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ഈ ഒരു ഹാക്കിംഗ് മുഴുവൻ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് PSC മുൻവർഷ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളും അതുപോലെ തന്നെ ചില മോഡൽ ക്വസ്റ്റ്യൻസും നമുക്ക് ചർച്ച ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാക്കിംഗ് ഈസ് ഡിഫൈൻഡ് അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം ഹാക്കിംഗ് ഏത് സെക്ഷനിലാണ് ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. അതായത് സെക്ഷൻ 66 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഹാക്കിംഗ് ഈസ് ഡിഫൈൻഡ് അണ്ടർ വിച്ച് സെക്ഷൻ ഓഫ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 എന്ന് ചോദിച്ചാൽ പറയുക കറക്റ്റ് ആൻസർ എന്താണ്, ഓപ്ഷൻ ബി ആണ്. സെക്ഷൻ 66-നകത്താണ് ഹാക്കിങ്ങിനെ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അക്കോർഡിംഗ് ടു ദ IT Act 2000 ഹാക്കിംഗ് ഇൻവോൾവ്സ്. IT Act 2000 പ്രകാരം ഹാക്കിങ്ങിൽ ഉൾപ്പെടുന്നത് എന്താണ്? ഓപ്ഷൻ എ, ഓൺലി മോഡിഫൈയിങ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഓപ്ഷൻ ബി, unauthorized destruction, deletion or alteration of information. ഓപ്ഷൻ സി, റിമൂവൽ ഓഫ് കമ്പ്യൂട്ടർ പെരിഫറൽസ്. ഓപ്ഷൻ ഡി, ഫിസിക്കൽ തെഫ്റ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? അപ്പോൾ ഹാക്കിങ്ങിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡെഫിനിഷൻ തന്നെ ഈ ഓപ്ഷനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഓപ്ഷൻ ബി ആണല്ലേ, അൺഓതറൈസ്ഡ് ഡെസ്ട്രക്ഷൻ, ഡിലീഷൻ ഓർ ഓൾട്ടറേഷൻ ഓഫ് ഇൻഫർമേഷൻ. അതാ അൺഓതറൈസ്ഡ് ആയിട്ട് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തോ ഒരു നെറ്റ്വർക്കിനകത്തോ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ മീഡിയവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡാറ്റകൾ നശിപ്പിക്കുകയോ ഡിലീറ്റ് ചെയ്ത് കളയുകയോ അതിനെ മോഡിഫൈ ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതെന്താണ്, IT Act 2000 പ്രകാരം ഹാക്കിങ്ങിൽ ഉൾപ്പെടുന്നു. The person who performs hacking with malicious intent is known as. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾ തന്നെ പറയൂ. The person who performs hacking with malicious intent is known as. അപ്പോൾ malicious intent ഉപയോഗിച്ച് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേഴ്സണെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ, വൈറ്റ് ഹാറ്റ് ഹാക്കർ. ഓപ്ഷൻ ബി, ക്രാക്കർ. ഓപ്ഷൻ സി, ഗ്രേ ഹാറ്റ് ഹാക്കർ. ഓപ്ഷൻ ഡി, പ്രോഗ്രാമർ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ക്രാക്കർ കേട്ടോ. ക്രാക്കർ, ഓപ്ഷൻ ബി, ക്രാക്കർ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹൂ പെർഫോംസ് ഹാക്കിംഗ് വിത്ത് മാലിഷ്യസ് ഇൻറ്റന്റ് ഈസ് നോൺ ആസ് ക്രാക്കർ കേട്ടോ. ക്രാക്കർ, നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, എത്തിക്കൽ ഹാക്കേഴ്സ് ആർ ഓൾസോ നോൺ ആസ്. എത്തിക്കൽ ഹാക്കർമാരെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നു. എന്തായിരിക്കും? വലിയ സംശയമൊന്നും വേണ്ട, നിങ്ങളുടെ മനസ്സിൽ അത് വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്. ഓപ്ഷൻ ബി, റെഡ് ഹാറ്റ് ഹാക്കേഴ്സ്. ഓപ്ഷൻ സി, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. ഓപ്ഷൻ ഡി, ബ്ലൂ ഹാറ്റ് ഹാക്കേഴ്സ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് കേട്ടോ. വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. എത്തിക്കൽ ഹാക്കേഴ്സ് ആർ ഓൾസോ നോൺ ആസ് എന്താണ്? വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്. എത്തിക്കൽ ഹാക്കർമാരെ പറയുന്ന മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? വൈറ്റ് ഹാറ്റ് ഹാക്കർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് ഹാക്കർ വർക്ക്സ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ഫിക്സ് സെക്യൂരിറ്റി വൾണറബിലിറ്റീസ്? അപ്പോൾ സെക്യൂരിറ്റി ബലഹീനത അല്ലേ, വൾണറബിലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബലമില്ലായ്മ. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്യുവാനായിട്ട് സഹായിക്കുന്ന ഏത് തരത്തിലുള്ള ഹാക്കറാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, വൈറ്റ് ഹാറ്റ് ഹാക്കർ. ഓപ്ഷൻ ബി, ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ.
ഓപ്ഷൻ സി സ്ക്രിപ്റ്റ് കിഡീസ്, ഓപ്ഷൻ ഡി ഗ്രേ ഹാറ്റ് ഹാക്കർ. ആരായിരിക്കും ഇതിനെ സഹായിക്കുന്നത്? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വൈറ്റ് ഹാറ്റ് ഹാക്കർ, അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, എത്തിക്കൽ ഹാക്കർ എന്നും പറയാം. ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഒരു സെക്യൂരിറ്റി ഒരു സിസ്റ്റത്തിനുണ്ടാകുന്ന സെക്യൂരിറ്റി വൾണറബിലിറ്റീസിനെയൊക്കെ കണ്ടുപിടിക്കുന്നതും ഫിക്സ് ചെയ്യുന്നതും ആരാണ്? ഈ വൈറ്റ് ഹാറ്റ് ഹാക്കർമാരാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഹാക്കർ ടൈപ്പ് യൂസസ് നോളജ് ടു ഇലീഗലി ബ്രേക്ക് ഇൻ ടു സിസ്റ്റംസ് ഫോർ പേഴ്സണൽ ഗെയിൻ ഓർ മാലിഷ്യസ് പർപ്പസസ്? ആരായിരിക്കും? ഓപ്ഷൻ എ ഗ്രീൻ ഹാറ്റ് ഹാക്കർ, ഓപ്ഷൻ ബി ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ, ഓപ്ഷൻ സി റെഡ് ഹാറ്റ് ഹാക്കർ, ഓപ്ഷൻ ഡി ബ്ലൂ ഹാറ്റ് ഹാക്കർ. ആരായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ ബി ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ ആണ്. അതായത് പൂർണ്ണമായിട്ടും ഒരു ഫ്രോഡ്, ദുരുദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഹാക്കറാണ് ആരെന്ന് പറയുന്നത്? ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്ന് പറയുന്നത് കേട്ടോ. amateur hackers trying to learn hacking techniques are known as. ഹാക്കിംഗ് ടെക്നിക്സ് പഠിച്ചെടുക്കാൻ നടക്കുന്ന ഹാക്കർമാരെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ സ്ക്രിപ്റ്റ് കിഡീസ്, ഓപ്ഷൻ ബി ഗ്രീൻ ഹാറ്റ് ഹാക്കേഴ്സ്, ഓപ്ഷൻ സി ബ്ലൂ ഹാറ്റ് ഹാക്കേഴ്സ്, ഓപ്ഷൻ ഡി റെഡ് ഹാറ്റ് ഹാക്കേഴ്സ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഗ്രീൻ ഹാറ്റ് ഹാക്കർമാരാണ് ഹാക്കിംഗ് ടെക്നിക്ക് പഠിച്ചെടുക്കുവാനായിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു തുടക്കക്കാരനെന്ന് പറയുന്നത് കേട്ടോ. സ്ക്രിപ്റ്റ് കിഡീസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പൂർണ്ണമായിട്ടും ഹാക്കിംഗ് പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ല, എന്നാൽ ഹാക്കിംഗ് ചെയ്യാനായിട്ടുള്ള ടൂൾസിനെ കുറിച്ച്, എളുപ്പവഴിയിലൂടെ ഹാക്ക് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ അവർ തൽപരരായിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹാക്കേഴ്സ് ഹു ബ്രേക്ക് ഇൻ ടു സിസ്റ്റംസ് ഫോർ ബോത്ത് ഗുഡ് ആൻഡ് ബാഡ് ഇന്റൻഷൻസ് സം എത്തിക്കൽ സം അൺഎത്തിക്കൽ ആർ. അതായത് നല്ല ഉദ്ദേശത്തോടു കൂടിയും ചീത്ത ഉദ്ദേശത്തോടു കൂടിയും പ്രവർത്തിക്കുന്ന ഹാക്കർമാർ ആരാണെന്ന് ചോദിച്ചാൽ പറയുക. ഓപ്ഷൻ എ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ്, ഓപ്ഷൻ ബി ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ്, ഓപ്ഷൻ സി ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്, ഓപ്ഷൻ ഡി റെഡ് ഹാറ്റ് ഹാക്കേഴ്സ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബ്ലൂ ഹാറ്റ് ഹാക്കേഴ്സ് ആർ കോമൺലി അസോസിയേറ്റഡ് വിത്ത്. ഈ ബ്ലൂ ഹാറ്റ് ഹാക്കർമാർ എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു? ഓപ്ഷൻ എ ടെസ്റ്റിംഗ് വൾണറബിലിറ്റീസ് ഔട്ട്സൈഡ് കമ്പനി നെറ്റ്വർക്ക്സ്, ഓപ്ഷൻ ബി ഗവൺമെന്റ് സെക്യൂരിറ്റി ഏജൻസീസ്, ഓപ്ഷൻ സി ക്രിയേറ്റിംഗ് ന്യൂ മാൽവെയർ, ഓപ്ഷൻ ഡി എത്തിക്കൽ ഹാക്കിംഗ് സർട്ടിഫിക്കേഷൻസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ടെസ്റ്റിംഗ് വൾണറബിലിറ്റീസ് ഔട്ട്സൈഡ് കമ്പനി നെറ്റ്വർക്ക്സ്. നമ്മുടെ കമ്പനി നെറ്റ്വർക്കിന്റെ പുറത്തെ അല്ലെങ്കിൽ പുറത്തുള്ള മറ്റ് വീക്ക്നെസ് അല്ലെങ്കിൽ അവർ വൾനറബിലിറ്റി എന്താണോ അത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. വിച്ച് ഓഫ് ഫോളോയിങ് ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഹാക്കർ? ഇവിടെ തന്നിരിക്കുന്നവയിൽ ടൈപ്പ് ഓഫ് ഹാക്കർ അല്ലാത്തത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ഗ്രേ ഹാറ്റ്, ഓപ്ഷൻ ബി റെഡ് ഹാറ്റ്, ഓപ്ഷൻ സി ബ്ലൂ ഹാറ്റ്, ഓപ്ഷൻ ഡി ഓറഞ്ച് ഹാറ്റ്. നിങ്ങൾക്ക് എൻ്റെ ആൻസർ മനസ്സിലായി. ഓപ്ഷൻ ഡി ഓറഞ്ച് ഹാറ്റ് എന്ന് പറയുന്നത് ഒരു ഹാക്കിംഗ് ടെക്നിക്ക് ഒന്നും അല്ല അത് കേട്ടോ. മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം എന്താണ്? ഹാക്കർമാരാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഹാക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സൈബർ ക്രൈം പഠിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നിർബന്ധമായിട്ടും ഹാക്കിംഗ് പഠിച്ചിരിക്കണം. അത് ചോദ്യം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കുവാൻ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം നമ്മളെല്ലാവരും ചുറ്റുപാടും കേൾക്കുന്ന ഒരു കാര്യമാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. സോ നല്ല വൃത്തിയായിട്ട് പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ ടൈപ്സ് ഓഫ് ഹാക്കിങ്ങും ഹാക്കർമാരും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ ഫ്രണ്ട്സിനും താങ്ക് യു വെരി മച്ച്.